പൊതുനിരത്തിൽ രവീന്ദ്ര സാറേ, സാറ് പെൻഷൻ മേടിക്കാൻ ഇറങ്ങിയതാണല്ലേ? ഞാനിവിടെ നിന്ന് നേതാവിന്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു. സാറിന് പ്രശ്നം വല്ലതും മനസ്സിലായോ? ഇല്ലല്ലേ? സാറ് പണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. ഒരു കണക്കിന് നോക്കിയാൽ സാറിന്റെ നയമാ ശരി. നാട്ടിൽ നടക്കുന്നൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം പെൻഷൻ, സ്വന്തം വീട്, സ്വന്തം കാര്യം, സ്വന്തം സ്വന്തം സ്വന്തം. പക്ഷെ എന്നെപ്പോലെ ഒരാൾക്ക് അതിന് പറ്റില്ല. ആ നേതാവ് പറയുന്നത് കോർട്ട് ലക്ഷ്യത്തിന് കേസ് ചാർജ് ചെയ്ത മന്ത്രി രാജിവെക്കണം. രാജിവെച്ചില്ലെങ്കിൽ ജനകീയ സമരമുണ്ടാക്കി കേരള നാടിനെ സ്തംഭിപ്പിക്കുമെന്ന്. മന്ത്രി പറഞ്ഞ തെറ്റെന്താണെന്നറിയും? സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ വിധി പറയാൻ നിയോഗിക്കപ്പെട്ട ജഡ്ജി പരാതിക്കാരായ മാനേജ്മെന്റ് സുഹൃത്തുക്കളുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിധി നിർണയത്തിന്റെ തലേന്ന് അവരുടെ സൽക്കാരം സ്വീകരിച്ചത് അപരാധമായി പോയെന്ന്. ഇത്രയും നേരം ഞാനിവിടെ ഇരുന്ന് 4-5 നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കുകയായിരുന്നു. ഒരാൾ പോലും ജഡ്ജി അങ്ങനൊരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തത് തെറ്റാണ് എന്ന് പറഞ്ഞില്ല. മറിച്ച് ആ മന്ത്രി രാജിവെച്ചൊഴിയണം എന്നാണ് പറയുന്നത്. എല്ലാം തകിടം മറിയാണ് സാർ. അഴിമതി കാണിക്കുന്ന പോലീസ്, കൈക്കൂലി ചോദിച്ചു വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർ, സംശയത്തിന്റെ നിഴലിലേക്ക് നീങ്ങുന്ന നീതിന്യായ കോടതി. രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോ അരാഷ്ട്രീയക്കാരനായ സാറിന് പോലും തോന്നില്ലേ ഞങ്ങൾ ഉണ്ടാക്കിയ പോലൊരു മുന്നേറ്റം ഈ നാടിന് ആവശ്യമായിരുന്നു എന്ന്? പ്രതികരണശേഷിയുള്ള ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ളൊരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ കഴിയൂ. അതിക്രമങ്ങൾക്കെതിരെ പരാതി പറയല്ല വേണ്ടത്, ചോദ്യം ചെയ്യണം, കലാപം ഉണ്ടാക്കണം. ഊർദ്ധശ്വാസം വലിക്കുന്നൊരു സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി ചാകണ്ടി വന്നാ ചാകണം, കൊല്ലണ്ടി വന്നാ കൊല്ലണം. ഇൻകുലാബ് സിന്ദാബാദ്. ശനിയാഴ്ച രാത്രി 10 മണിക്കാ ഞാനിവിടെ ഹാജരായ പോരെ. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റം വാങ്ങിത്തരാൻ ഗോവിന്ദപിള്ള സാർ കരുവാൻ വഴി ശ്രമിക്കുന്നുണ്ട്. എന്റെ കാർത്തു, നീ തിരിച്ച ബോട്ടിന് നേരായി. എന്ത് കാര്യത്? കടുംപായസം നോക്കട്ടെ. എന്താ ഈ കാണിക്കുന്ന? മധുരവാ. അമ്പലത്തിലെ പായസം ഇല്ലടി. അല്ല ശോകനെ, കൊച്ചേച്ചി വന്നില്ലേ? വന്നില്ല, ഇന്ന് വിത തുടങ്ങിയില്ലേ. മാത്രമല്ല 3-4 പണിക്കാരുണ്ട്. അതെന്താ കയ്യില്? ഇച്ചിരി കടുമാങ്ങയാ പിള്ളേച്ചന് കൊടുത്തുവിടാൻ. എത്ര മണിക്കാ പോട്ടെ? അല്ല 11 മണിക്ക്. ഞാൻ കടലിലേക്കില്ല കേട്ടോ പിള്ളേച്ച. ജാനുവിന്റെ കണ്ണുതീനൊക്കെ എങ്ങനെ ഉണ്ടോ? വയ്യ, കിടക്കുവാ. അളിയാ ബോട്ടിന് നേരമായി. നീ എന്നെ അളിയ വയനാട്ടിലേക്കാണോ അതോ പേർഷ്യയിലേക്കാണോ പോണത്? ബോട്ടറിന്റെ പാട്ടിന് പോവും. വാളിയ വരട്ടെ. പിള്ളേരെ പിരിഞ്ഞ് ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. നിവൃത്തികേട് കൊണ്ടാ പോകുന്നത്. അളിയനിടക്കൊക്കെ വന്നൊന്ന് അന്വേഷിക്കണം. എന്റെ പൊന്നളിയ, ഒരു പോലീസുകാരനായിട്ട് ഇത്ര ചങ്കുറപ്പില്ലാത്തവനായിപ്പോയല്ലോ. അളിയൻ ധൈര്യമായിട്ട് പോ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. ആ ജോസ് കൂട്ടിട്ട് ഡെയിലി ചിട്ടി പൈസ മാസവസാനാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അളിയെ കൂടി ഒന്ന് സംസാരിക്കണേ. അല്ല, അത് വട്ടമത്താറായില്ലേ? ഒരു വീണ് കാശും വാങ്ങിയതാ. ആകാശിനെ ബിന്ദുവിന്റെ കുടക്കമ്പല് വാങ്ങിയത്. താണ്ട ബോട്ട് വന്നു. ശരി എന്നാ
വല്ലതും പറഞ്ഞ പോലെ അളിയാ. നോക്കിക്കോണേ. ആ 10 മിനിറ്റ് താമസം കൊണ്ട് ചായ പിടിക്കാനുള്ളൊക്കെ ചായ പിടിക്കാം. ഇവിടെ ടിക്കറ്റ് എവിടെയാ? ഒരു പനമരം. എങ്ങോട്ടല്ലേ ഈ കൊട്ടമട്ടിയൊക്കെ ആയിട്ട്? അടിവാരത്തിറങ്ങാനാ സാറേ. ലഗേജ് ടിക്കറ്റ് എടുത്തോളാം. ടിക്കറ്റ് എടുക്കാനൊക്കെ വരട്ടെ. എന്താ ഇതിനകത്ത്? ഉണക്കമീനാ സാറേ. ഉണക്കമീനോ? ആ. മാറി നല്ല എടുത്തോണ്ട് ഇല്ലേ ദൂരത്തോട്ട് എറിയും. അയ്യോ സാറേ, ഇത് കൊണ്ട് വിറ്റിട്ട് വേണം സാറേ അത്താഴത്തിന് അരി മേടിക്കാൻ. സാറേ, ആർക്ക് ശല്യം ഉണ്ടാകാതെ ഞാനിതാ മൂലയിൽ അവിടെ എവിടെയെങ്കിലും വെച്ചോളാം. തള്ളേ, ഞാൻ നല്ല ഭാഷയെ പറഞ്ഞു ഇത് എടുത്തോണ്ട് പോവാൻ. ഇനി എന്റെ സ്വഭാവം ചീത്തയാക്കരുത്. കൊണ്ടുപോകത്തള്ളേ. സാറേ, കാലത്ത് മുതൽ നിൽക്കുക. സാറേ ഗീർ ഒന്ന് പോതല്ലേ ഇവിടുന്ന്. നീ ആരാണ് ടിക്കറ്റ് എടുക്കാനുള്ളേ? ടിക്കറ്റ് ടിക്കറ്റ് അവിടെ എത്ര? ഇവിടുന്ന് കയറി ഇനി ആരാ ടിക്കറ്റ് എടുക്കാനുള്ളത്? ടിക്കറ്റ് അമ്മച്ചി ബസ്സിലോട്ട് കയറിയട്ടെ. പിന്നെ മീൻകൊട്ടം കൊണ്ട് കയറുന്ന ആരാ? ഞാനാണ് സർ. അത് ഈ അമ്മച്ചിയുടെ ഉപജീവന മാർഗമാണ്. കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് മീൻ വാങ്ങി വയനാട്ടിലെ ഓരോ ആദിവാസി കുടിലുകളിലും കുടിയേറ്റക്കാരുടെ വീടുകളിലും വിറ്റാണ് ഇവർ ജീവിക്കുന്നത്. സാറിനെ പോലൊരു കണ്ടക്ടർ സാറ് ഏതോ ബസ് ഇറക്കി വിട്ടതാ. ഉച്ച തിരിഞ്ഞു മുതൽ വരുന്ന ഓരോ വണ്ടിക്കും കൈ കാണിച്ച് അവരിവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അതാ മൂലക്കിരുന്നോട്ടെ സാർ. അത് ആരാണോ തീരുമാനിക്കുന്നത്? എടുത്തോണ്ട് പോണോ? സാറ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എടോ, തനിക്ക് എന്നാണോ ഇതിലെ കാര്യം? എന്റെ അമ്മച്ചിയും ഇതുപോലൊരു സ്ത്രീയാ. അവരും കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കുന്നത്. അമ്മ പ്രസവിച്ച ആരും ഇത് സഹിക്കില്ലെന്നാ എന്റെ വിശ്വാസം. എടോ, തന്നോട് പറഞ്ഞ മീൻകൊട്ടം കൊണ്ട് പുറത്തിറങ്ങാൻ. ഇല്ല സാറേ, ഞാൻ ഇറങ്ങില്ല. സാർ തല്ലുന്നെങ്കിൽ തല്ലിക്കോ. പോലീസിനെ വിളിക്കണമെങ്കിൽ അങ്ങനെയാകാം. പക്ഷേ അമ്മച്ചി ഇല്ലാതെ ഈ ബസ് ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. ടിക്കറ്റ് നീ ആരാ ടിക്കറ്റ് എടുക്കാനുള്ള? ടിക്കറ്റ് 2 കൽപ്പറ്റ. എങ്ങോട്ടാ? വയനാട്ടിലേക്ക്. അവിടെ എന്ത് ചെയ്യുന്നു? പോലീസിലാ. ആലപ്പുഴയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി വരിക. അത് ശരി. ഒരു പാവം സ്ത്രീയെ സർക്കാർ വക ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത് കണ്ട് രസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു അല്ലേ? രേഖാമൂലമുള്ള പരാതി കിട്ടാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം നിയമത്തിന്റെ വഴിക്കല്ലേ പോകൂ. സാധു മനുഷ്യരുടെ വഴിക്ക് പോകില്ലല്ലോ. ഇനി ആരും കയറാനില്ലല്ലോ. റൈറ്റ്. രവീന്ദ്രൻ സാർ എന്തെടുക്കുക? മൂപ്പര് വീട്ടിലോട്ട് കത്തെഴുതിക്കൊണ്ടിരിക്കുക. അതിനിന്ന് രാവിലെയല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? ഇവിടെ എത്തി സുഖമാണെന്ന് അറിയിക്കണമല്ലോ. അതിനാണ് ഇത്രയും നേരം. സാറിന്റെ കല്യാണം കഴിച്ചത് എത്ര നാളായി? അത് 10-11 വർഷം കഴിഞ്ഞു. സാധാരണ പുതുമോടിക്കാരാ ഇങ്ങനെ. എന്റെ പൊന്നു സാറേ, കത്ത് പിന്നീട് എഴുതാം. ഇന്ന് രാത്രി ഏതായാലും പോസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. മൂപ്പര് നമ്മെ പോലെ വന്നിട്ട് കാര്യമില്ല, കുടിക്കത്തില്ല. നിങ്ങൾ കുടിക്കത്തില്ല? പിന്നെ നിങ്ങളെ എങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വെച്ചോണ്ടിരിക്കും? കുടിച്ചിട്ടേ ഇല്ല? ഇല്ല. ഒറ്റ വട്ടം പോലും? കറിയാച്ചാ, എന്നാ പിന്നെ നിർബന്ധിക്കണ്ട. പിന്നെ കുടിച്ചാലും കുടിച്ചില്ലേലും ഇവിടെ നക്സലൈറ്റിന്റെ കയ്യിൽപ്പെട്ടാ തീർന്നു തന്നെ. അതുകൊണ്ട് ഉള്ള സമയം ആഘോഷിക്കാം. കറണ്ട് പോയോ?
വാസു സുഗുണ ഒരു കോൺസ്റ്റബിളിന്റെ കൈ കുറച്ച് മുറിഞ്ഞിട്ടുണ്ട് സാർ. ഉവ്വ് സാർ, 4 തോക്കുകൾ. ശരി സാർ, വരാം സാർ. ഒന്ന് ഇളകി ചെയ്യടാ. DIG സാർ സൈബർ മുതലാളിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നലെ ക്യാമ്പിലുണ്ടായിരുന്നവരോട് കയറ്റിക്കോ, വേഗം വേണം. എന്നാലും ഭയങ്കരമായി പോയി സാറേ. അവര് എത്ര പേരുണ്ടായിരുന്നടാ? അവരൊരു 10-15 പേരുണ്ടാവുന്ന പറഞ്ഞത് അല്ലേ? നീ ക്യാമ്പിലില്ലായിരുന്നു? ഭാര്യന്റെ ഒപ്പം കിടക്കാൻ പോയി അല്ലേ? എവരെ കൊണ്ട് സാധിക്കില്ല പരശുറാം. ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ എല്ലാ പട്ടികളെ പിടിക്കാമായിരുന്നു. അവന് ജോസഫും ഉണ്ടായിരുന്നു അല്ലേ? കോഴിക്കോട്ട് നിന്നും കുറച്ചു പേർ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഒരു അനിത, ഫിലിപ്പ്, വാസു. നിങ്ങൾ പോലീസുകാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനായാലും 2 ദിവസത്തിൽ എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കണം. അതിന് പണമോ ആളോ വണ്ടിയോ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, നാം വിട്ടുതരാം. തനിക്ക് മുതലാളി പറഞ്ഞ മനസ്സിലായല്ലോ? യെസ് സർ. ദാസപ്പ, ഊട്ട കൂടെ ഇവർക്ക്. വയ്ക്കോ വയ്ക്കോ.